അതിനെ പൊട്ടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ തോന്നിയ മാതിരി കാണിക്കാൻ പാടില്ല. അല്ല, ഞാൻ അടുത്ത കാലത്ത് കണ്ട ഭരതനാട്യം ചില പ്രോഗ്രാംസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഭരതനാട്യത്തിന്റെ ആ സ്ഥായിയായ ഒരു സ്വഭാവമുണ്ട്. അതിനെ മാറ്റിയിട്ട് വളരെ നമ്മൾ കൈവയ്ക്കുന്നതും എല്ലാം അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു അളവുണ്ടല്ലോ. പക്ഷെ പലപ്പോഴും അതൊരു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു രീതിയിലേക്ക് അത് പെർഫോം ചെയ്തു പോകുന്നു. വലിയ നല്ല നല്ല ഐറ്റംസ് എടുത്തിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ അത് അവരുടേതായ രീതിയിൽ, അതായത് ഒരു ചെറിയ ഫോക്ക് കൂടെ, അതാണ് എനിക്ക് ഭരതനാട്യത്തിനെ കുറിച്ച് കൂടുതലും തോന്നിയിട്ടുള്ളത്. ഒരു ചെറിയ ഫോക്ക് കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി പലപ്പോഴും പെർഫോം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കാലത്തിനനുസരിച്ച് വന്ന ഒരു മാറ്റമായിരിക്കാം. പക്ഷെ നമ്മുടെ നേരത്തെ പറഞ്ഞു കേരളത്തിന്റെ ഒരു അംശമുള്ളത് കൊണ്ടാണ് മോഹിനിയാട്ടത്തിനോട് ഇത്രത്തോളം ചായവന്നത്. അപ്പം നമ്മുടെ ഒരു പാരമ്പര്യവും സംസ്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരം കലകൾ എത്ര വർഷം കഴിഞ്ഞാലും അത് പരീക്ഷണം ആവശ്യമാണെങ്കിലും അതിന്റെ ആ സ്ഥായിയായ ഭാവത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ അത് കഷ്ടമല്ലേ? ആയിരിക്കും. ഈ ഒരു ഇതിൽ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു അത്രയും ഒരു മോശമായിട്ടുള്ള പെർഫോമൻസസ് താങ്ക്സ് ടു ഗോഡ് ഞാൻ ഇതുവരെ ഇതൊരിക്കലും മോശമാണെന്ന് ജനം പറയില്ല. പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ ഇത് എങ്ങനെയാണോ ഭരതനാട്യം എന്ന് വിചാരിക്കുന്ന ഒരു രീതി വരാറില്ലേ ചില എല്ലാ കാര്യത്തിലും യുനോ വെൻ ദർ ഇസ് പ്രോഗ്രസ് ദർ ക്യാൻ ബി ഗുഡ് ആസ്പെക്ട് ആൻഡ് ബാഡ്. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ പല ചേഞ്ചസ് വരും ഒരു സ്റ്റൈലിൽ, എന്നാലേ അതിന് ഗ്രോത്ത് ഉള്ളൂ. അത് ഒരു സ്ഥലത്ത് കെട്ടിക്കിടന്നാൽ പിന്നെ ഒന്നും നടക്കില്ല. പിന്നെ ആ ഒരു ട്രഡീഷനെ എടുത്തും കൊണ്ട് ലൈക്ക് റിവർ, ഇത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ മുമ്പേ പല ഗ്രേറ്റ് ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് പറഞ്ഞതാണ്. ഒരു റിവർ മാതിരി പോകണം പരമ്പര ട്രഡീഷൻ, അതുമാതിരി ഫ്ലോ ചെയ്യണം. ആൻഡ് അതിൻ്റെ കൂടെ ചേഞ്ചസ്, അതിൻ്റെ ഡയറക്ഷൻസ് ഒക്കെ മാറും. ബട്ട് അതിൻ്റെ അർത്ഥം അതല്ല നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടിക്കിടന്നു, അങ്ങനെയല്ല. നമ്മളിങ്ങനെ മുമ്പിലേക്ക് നീങ്ങുമ്പോൾ ആ ഒരു റിവറിൻ്റെ ഒപ്പം അതിൻ്റെ കല്ലുകളും അതിൻ്റെ എന്തൊക്കെയാണ് റോക്സ്, ഫിഷസ്, എവറിഥിങ് ദേ ഓൾ ട്രാവൽ വിത്ത് ദാറ്റ്. അതുമാതിരിയാണ്. ബട്ട് വൈൽ മൂവിങ് ദ റിവർ ഷുഡ് നോട്ട് ഓവർ ക്രോസ് ഇറ്റ്സ് ബാങ്ക്സ്. അത് ഫ്ലഡ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ബാങ്ക്സിൽ അതിങ്ങനെ മുമ്പിലേക്ക് പോകണം. മീൻസ് യു ഷുഡ് കീപ് യുവർ ട്രഡീഷൻ അലൈവ് ആൻഡ് ഗോ ഫോർവേഡ് ഡൂയിങ് ന്യൂ തിങ്സ്. അതൊരു ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എവറി ആർട്ടിസ്റ്റ്. ദാറ്റ് ഇസ് ആർട്ടിസ്റ്റിക് ഫ്രീഡം. സം ടേക്ക് മോർ ഫ്രീഡം, സം ടേക്ക് ലെസ്. ഇപ്പോൾ മോഹിനിയാട്ടത്തിലും കഥകളിയിലുമെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഐതിഹ്യവുമായിട്ട് പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകളാണല്ലോ കൂടുതലും നമ്മൾ ഐറ്റമായിട്ട് അവതരിപ്പിക്കുക. കലകളിലൂടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഐശ്വര്യ നടത്തിയിട്ടുണ്ടോ മോഹിനിയാട്ടത്തിലൂടെ? മോഹിനിയാട്ടത്തിൽ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്ത ഒരു ഡാൻസ് ഡ്രാമ ഞാൻ പറയാം. ഐ ടുക്ക് ഫ്രം ലോർഡ് കൃഷ്ണാസ് ലൈഫ് ദ വേരിയസ് സ്ത്രീ കഥാപാത്രാസ്. ആൻഡ് കൃഷ്ണൻ ചെറുതായിരുന്നപ്പോൾ യശോദ, പിന്നെ അടുത്ത സ്റ്റേജ് ശ്രീകൃഷ്ണൻ്റെ രാധ, പിന്നെ രുക്മിണി, പിന്നെ ദ്രൗപദി, പിന്നെ അവസാനമായിട്ട് മീര ഭജൻ, ഭക്തമീര, അങ്ങനെ ഒരു ബാലെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആദി ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി, അതിൽ അഷ്ടഭാവങ്ങൾ ദേവിയുടെ, അത് എനിക്ക് വളരെയധികം ഇഷ്ടമായി. എനിക്ക് തോന്നി അതിൽ ചൊല്ലുകളൊക്കെ ചേർത്ത് ചെയ്യാൻ പറ്റും. അതിനെ പ്രസൻറ്റ് ചെയ്തു. ആൻഡ് അതിനോട് ചേർത്ത് തന്നെ ദേവിയുടെ 3 കണ്ണുകൾ, റൈറ്റ് ഐ, അത് ഡേ, അതാണ് സൂര്യൻ, അതാണ് ഡേ ജനറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ബ്രിങ്സ് ദ ഡേ ടു അസ്. The left eye is the reason for the night. And the trikkannu, which is like a half bloomed flower, which is only that much open, that is like the dawn. അപ്പോൾ ആ ഒരു എനിക്ക് ശങ്കരാചാര്യരുടെ ആ ഒരു കാവ്യം എനിക്കിഷ്ടമായി. അത് ഞാൻ പ്രസൻറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞാനായിട്ടും വർക്ക് ചെയ്യാറുണ്ട്. ആൻഡ് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കാവാലം സാറായിട്ട് പരിചയപ്പെട്ടത്. എൻ്റെ ഒരു പ്രോഗ്രാമിന് സാറ് വന്നിരുന്നു. ആൻഡ് സാർ ആ പ്രോഗ്രാം കണ്ടിട്ട് പലതും പറഞ്ഞു തന്നു എനിക്ക്. ദാറ്റ് വാസ് എൻ ഐ ഓപ്പണർ. എവിടെയോ കിടക്കണം ഞാൻ, ഇവിടെ നാട്ടിലുള്ള സാറിനെ എനിക്ക് വന്ന് പരിചയപ്പെടാനും പഠിക്കാനും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കാണാറുണ്ട് വെരി ഫേമസ് ആർട്ടിസ്റ്റ് ഓൾ പെർഫോമിങ്, ആൻഡ് അതിൽ പല കൃതികളും കാവാലം സാറിൻ്റെ ആയിരുന്നു, എനിക്കറിയായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടം വരെ വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സാറിനെ പരിചയപ്പെട്ട് ഞാനിപ്പോൾ യെസ് അതിലങ്ങോട്ട് ലയിച്ചു പോയി. സാറിൻ്റെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് ഒരു കുറച്ച് നേരം സംസാരിച്ചപ്പോഴേക്കും എനിക്ക് പലതും മനസ്സിലായി. ദാറ്റ് വാസ് എൻ ഐ ഓപ്പണർ. ആൻഡ് ഒരു ഗൈഡൻസ് കിട്ടിയ മാതിരി, ഒരു ചെറിയ കുട്ടി പിന്നെയും നടക്കാൻ പഠിക്കുന്ന മാതിരി. ആൻഡ് അവിടെ കിടക്കുന്ന ഞാൻ പിന്നെ അങ്ങനെ നാട്ടിലേക്ക് വരാൻ തുടങ്ങി. കഴിഞ്ഞ 1 കൊല്ലമായിട്ട് ഞാൻ കാവലം സാറിൻ്റെ അടുത്ത് വരാറുണ്ട് പഠിക്കാൻ. ആൻഡ് അങ്ങനെ എനിക്ക് കുറേയും കൂടി കേരളത്തിനെ കുറിച്ച്, കേരളത്തിലെ കലകളെ കുറിച്ച്, താളങ്ങളെ കുറിച്ച്, ഇവിടുത്തെ
സാഹിത്യത്തിനെ കുറിച്ചും ഇതിനൊക്കെ എങ്ങനെ അവതരിപ്പിക്കാം ഇതിനെക്കുറിച്ച് ഗൈഡൻസ് കിട്ടുന്നുണ്ട്. നമുക്ക് കൂടുതൽ കമ്പോസ് ചെയ്യാനായിട്ട് കൂടുതൽ കഴിവ് അല്ലേ, നമുക്ക് കുറച്ചുകൂടെ അറിവ്